ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ഒന്ന് നോക്കാം. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ചില പദ്ധതികൾ തയ്യാറാക്കുന്നു. ഈ വ്യക്തി മൗനമായിട്ടിരിക്കുന്നതിന്റെ പിന്നിലെ കാരണം ഇതാണ്. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പേഴ്സണിൽ വന്നിരിക്കുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ഈ പേഴ്സൺ പോസിറ്റീവായിട്ടാണോ ഇരിക്കുന്നത്, എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാനിങ് നടത്തുന്നുണ്ടോ, അത് എത്രമാത്രം വിജയകരമാകും, ടോട്ടൽ എനർജിയാണ്, സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. അപ്പൊ ഈ ഒരു എനർജിയിൽ നോക്കുമ്പോൾ 7 ഓഫ് കീസ് ആണ്. ആസ്കന്റ് ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ വളരെയധികം ഉയർന്ന തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ പേഴ്സന്റെ വിശ്വാസങ്ങളിലായിക്കോട്ടെ, ചിന്താഗതികളിലായിക്കോട്ടെ, എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ വളരെ ഉയർന്ന തലത്തിലേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ തീർത്തും വിജയം കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതൊരു വിജയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നും ഒരു പോസിറ്റീവ് ഔട്ട്കം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ പ്രാർത്ഥിക്കുന്നതായിട്ടും അതിനു വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടും പ്രയത്നിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതായത് ഈ പേഴ്സൺ ഒരു റണ്ണിങ് എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചില വ്യക്തികളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവർ യാതൊരു തരത്തിലും ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കില്ല, വെറുതെ ഇങ്ങനെ ഒരു മടിയന്മാരായിട്ട് കിടക്കും. അപ്പോൾ ആ ഒരു എനർജിയിലായിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പല കാര്യത്തിനും, എന്ത് കാര്യത്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന, വളരെയധികം കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി ജീവിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ പേഴ്സന്റെ ഫാമിലിയിൽ ഒരുപക്ഷെ എല്ലാവരും ഒരു നിയമത്തോടു കൂടിയായിരിക്കാം മുന്നോട്ട് പോകുന്നത്. അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ചട്ടങ്ങളും ലിമിറ്റേഷൻസും ബൗണ്ടറീസും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ ഈ പേഴ്സൺ തയ്യാറല്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിട്ട് ജീവിക്കാനും വളരെയധികം എന്താ പറയുക, പ്രാക്ടിക്കലായിട്ടും വളരെയധികം ഫ്രീഡം ആയിട്ടും ഇന്നർ പീസോട് കൂടി ജീവിക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ പേഴ്സൺ ആയിരിക്കുന്ന സിറ്റുവേഷൻ, ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം ഈ വ്യക്തിക്ക് നെഗറ്റീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പേഴ്സൺ വിദേശത്ത് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, വീട്ടുകാരുമായിട്ട് അധികം അങ്ങോട്ട് കണക്ട് ആകാത്ത വ്യക്തിയായിരിക്കാം. എന്നിങ്ങനെയുള്ള എല്ലാവിധ എനർജീസും നമുക്ക് കിട്ടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വളരെയധികം വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന, വളരെയധികം വ്യത്യസ്തമായ ചിന്താഗതികൾ ഉള്ള, തീരുമാനങ്ങളുള്ള, ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിയിലേക്കാണ്, ഒരു വ്യക്തിത്വത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് വളരെയധികം ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ ഇൻട്രാസിയസിസ് ആൻഡ് ഇൻഡസ്ട്രീസ് ആണ്. 7 ഓഫ് സ്ക്രോൾസ് ആണ്. അതായത് ഈ പേഴ്സൺ എന്തൊക്കെയോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്നതായി നമുക്കിവിടെ കാണാം. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ പുതിയ വീട് മേടിക്കുക, കാറ് മേടിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടീസ്, എന്തെങ്കിലും നിയമത്തിന്റെ പേരിലൊക്കെ നിയമം പ്രശ്നങ്ങൾ, ലീഗൽ മാറ്റേഴ്സ് ഒക്കെ ആയിട്ട് തടഞ്ഞു കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് സ്വന്തമാക്കി എടുക്കുക. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇപ്പൊ കേസൊക്കെ ആണെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്തിട്ട് സ്വന്തമായിട്ടുള്ള അധ്വാനം എന്താണോ, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ആ ഒരു മെറ്റീരിയലിസ്റ്റിക്, അത് വീടായിരിക്കാം, കാറായിരിക്കാം, പണമായിരിക്കാം, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഇപ്പൊ നിങ്ങളായിട്ടാണെങ്കിലും വളരെയധികം പ്രൈവസി ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളായിട്ട് ഒരുമിച്ചുള്ള ജീവിതം ഈ പേഴ്സന്റെ വീട്ടുകാരുമൊത്തോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരായിട്ട് ചിലപ്പോൾ ഒരിക്കലും നടക്കില്ലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് മാറി ചിന്തിക്കണമെന്നും മാറി ജീവിക്കണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് പ്രശ്നക്കാരായ റിലേറ്റീവ്സിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒന്ന് മാറി താമസിക്കണം, മാറി ജീവിക്കണം, വേറൊരു എനർജിയിലേക്ക് പോകണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്.
ഒന്നില്ലെങ്കിൽ ഈ പേഴ്സൺ നാട്ടിൽ തന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പുതിയൊരു വീട് വെച്ച് താമസിക്കുന്നതിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഈ വ്യക്തിക്ക് പാരമ്പര്യമായിട്ട് കിട്ടാനുണ്ടാകാം, അത് കിട്ടുന്നതിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ മേടിച്ചിട്ട് അവിടെ സെറ്റിൽഡ് ആകാനാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പെഷ്യൽ ആയിട്ടും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് ദ ക്യൂൻ ഓഫ് റോസസ് ആയിട്ടാണ്. ഇപ്പൊ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ആ ഒരു എനർജിയിൽ നിങ്ങൾ ഇത് കാണുക. അപ്പൊ ഇവിടെ ക്യൂൻ ഓഫ് റോസസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജി ഈ പേഴ്സന്റെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പേഴ്സൺ ഏതൊരു സാഹചര്യത്തിലായിക്കോട്ടെ, എവിടെയായിക്കോട്ടെ, ആരുടെ കൂടെ ആയിക്കോട്ടെ, ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു എനർജിയിലേക്കാണ് സാഹചര്യങ്ങൾ പോകുന്നത്. അതായത് ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ മറികടന്നുകൊണ്ട് വേറൊരു ലൈഫിലേക്ക് പോകാനായിട്ട് സാധ്യമല്ല. ഇപ്പൊ നിങ്ങളെന്ന് പറയുന്നത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും എപ്പോഴും ഈ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. അതായത് നിങ്ങളിപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ അവിടെ വർക്ക് ആകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, പഠിക്കുന്ന ആൾക്കാരായിരിക്കാം, ബിസി ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, ഫാമിലി ഉള്ള ആൾക്കാരായിരിക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ പേഴ്സണെ ഓർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾ ആശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റക്കല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു ഫാമിലിയിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ മനസ്സുകൊണ്ട് ഒറ്റക്കാണ്. പക്ഷെ ആ ഒരു ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെട്ടുള്ള ആ ഒരു മനസ്സിൽ നിന്നും, ആ ഒരു സാഹചര്യത്തിൽ നിന്നും, ചിന്തയിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിച്ചത് ഈ പേഴ്സനെ വെച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. മനസ്സിലായോ? ഈ വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. അപ്പൊ ആ ഒരു പ്രസൻസ് ആണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊരു പ്രതിസന്ധിയിലേക്ക് പോയാലും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവവും അതുപോലെ നിങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഈ പേഴ്സണും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഫുൾ ടൈം ഈ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലും ഓരോ നിമിഷവും നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തരത്തിലും വേറൊരു വഴിയിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, വേറൊരു ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിലേക്കോ സാഹചര്യത്തിലേക്കോ വഴി മാറി പോകാനാകില്ല എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഫേറ്റഡ് മീറ്റിംഗ് ആണ്. അതായത് ഈ പേഴ്സൺ എപ്പോഴും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പോലും ഈ വ്യക്തി മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിലും ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ തീർത്തും ഇതൊരു വിധിയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നാണ്. ഒരു വിധി, അതിപ്പോ നമ്മുടെ ലൈഫിൽ എന്താ പറയാ നടക്കുന്ന ഓരോ കാര്യങ്ങളും വിധി തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെച്ചാലും അത് നമ്മുടെ ലൈഫിലേക്ക് വരും. അത് ചിലപ്പോൾ വലിയൊരു പ്രപ്പോസൽ ആയിരിക്കാം, വലിയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, വലിയൊരു ജോലി ആയിരിക്കാം, സാമ്പത്തിക സ്ഥിതി ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ വീടായിരിക്കാം. ചിലപ്പോൾ ഇതൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഒന്നും ചെയ്യാതെ തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും. അത് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകും. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതൊരു ഫേറ്റഡ് മീറ്റിംഗ് ആണ്. അതായത് തീർച്ചയായിട്ടും ഇതൊരു വിധിയുടെ രീതിയിൽ വന്നിട്ടുള്ളൊരു കണ്ടുമുട്ടലാണ്. ചിലപ്പോൾ നിങ്ങളൊരു യാത്രയിലായിരിക്കാം നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ കണ്ടുമുട്ടി, ഒരു ഹെൽപ്പ് വേണ്ടി വന്നു, ഈ പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്തു, കഴിഞ്ഞു. അപ്പോൾ ഇത് തീർത്തും നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ റിലേഷൻഷിപ്പ് ഇത്രയും ഒരു ഡീപ്പായിട്ടുള്ള എനർജിയിലേക്ക് പോകുമെന്ന്. ഓക്കെ, അത്രയും ഇതായിട്ടോ. കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിനെയും അപ്പാടെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്തപ്പോൾ മുതൽ തൊട്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇന്നും നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ മായാതെ കിടക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും അത് ആർക്കും മായ്ച്ചു കളയാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് മാറ്റി എഴുതാൻ പറ്റില്ല. ഓക്കെ, അത് മറ്റാരുമായിട്ട് നിങ്ങൾ കണക്ഷനിലേക്ക് പോയാലും ഈ ഒരു പുതുമ എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും, എന്നും ഉയർന്നു തന്നെ നിൽക്കും.
ഓക്കെ, ഇതേ ചിന്താഗതി തന്നെയാണ് ഈ പേഴ്സണും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തീർത്തും ഇത് നിങ്ങളുടെ സോൾ ആഗ്രഹിച്ചിട്ടുള്ള, ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് എനർജിയിലൊക്കെ താനെ മാനിഫെസ്റ്റ് ആയിട്ട് ഈ ഒരു ലൈഫിൽ വന്നിട്ടുള്ള ഒരു കണക്ഷനും ആകാം. ഓക്കെ, അപ്പൊ അങ്ങനെയും ഒക്കെ വരാം. ആൻഡ് ഓൾസോ 5 ഓഫ് കീസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും വിഷസ് ഫുൾഫിൽഡ് എന്നാണ് കാണിക്കുന്നത്. നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഭക്ഷണം, കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട പാനീയങ്ങൾ, ഇതെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. വളരെയധികം നിറവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസ്പെരിറ്റി ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിന്റെ എനർജി വൈസ് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ഒരു പരിപൂർണതയിലേക്ക് കൊണ്ടുപോയി ആക്കുക എന്നുള്ളത്. അതായത് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു തീരുമാനം നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടായിട്ടുണ്ടാകും, ഇത് എവിടെ പോയി അവസാനിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്, അതായത് ഇതിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് പലപ്പോഴും നിങ്ങൾക്ക് രണ്ടു പേർക്കും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇഷ്യൂസ്, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഇതുപോലെ പലതരത്തിലുള്ള ഒരു മിസ്സിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കാരണം തന്നെ നിങ്ങൾക്ക് ഇതൊരു കംപ്ലീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വിഷസ് ഫുൾഫിൽഡ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിലൂടെ പൂവണിയും എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഓവറോൾ എനർജി എന്നുള്ള രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എക്സ്ട്രാ 2 എനർജിയും കൂടി നോക്കിയിട്ടുണ്ട്. യെസ്, ദ സൺ എനർജിയാണ്. അതായത് ഇവിടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ആൻഡ് ഓൾസോ ദ മാജിക്കൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് ഇവിടെ തീർച്ചയായിട്ടും ഒരു പ്ലാനിങ് ഉണ്ട്. ഇതിൽ ഭൂരിഭാഗം പ്ലാനിങ്ങും നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം അതിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിന്റെ എനർജിയും ഇവിടെ നിൽക്കുന്നത്. സൺ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സൺ എന്ന് പറയുന്നത് പോലും അത്ര നിസ്സാരക്കാരനല്ല അല്ലേ. ജീവനും എല്ലാം തരുന്ന, അല്ലെങ്കിൽ എനർജി, ജീവൻ, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീനെയൊക്കെ കളയുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു വലിയൊരു എലമെന്റ് ആണ് സൺ എന്ന് പറയുന്നത്. ലിയോ എനർജിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിലേക്ക് ഒരു മാജിക്കൽ ഓപ്പർച്യൂണിറ്റീസ് വന്നു ചേരും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും വിചാരിക്കാത്ത ഒരവസരം, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കാനും കൂടുതൽ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകാനും സഹായിക്കും. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത സാഹചര്യത്തിൽ, ഒരിക്കലും വിചാരിക്കാത്ത ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ സാഹചര്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തിൽ നിന്നോ ആയിരിക്കും അത്തരമൊരു നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസരം നിങ്ങളെ തേടി വരുന്നത്. പക്ഷെ അത് തീർത്തും ഒരു നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു രീതിയിലായിരിക്കില്ല. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജി ആയിരിക്കും വരുന്നത്. അതാണ് മാജിക്കൽ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലൂടെ നിങ്ങൾ ഡിവൈനായിട്ട് നല്ല രീതിയിൽ തന്നെ കണക്റ്റഡ് ആവുകയും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ആ ഒരു സമയത്ത് വെച്ചിട്ട് ഭൂരിഭാഗം മാനിഫെസ്റ്റേഷനും റിയലിസ്റ്റിക് ആയി മാറുകയും ചെയ്യുന്ന ഒരു സമയം കൂടി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് അത്രയും കാലം നിങ്ങൾ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നതായിട്ട്, വിത്തിൻ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഒക്കെ വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് നിങ്ങളെ തേടി വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അധ്വാനിക്കാനാണ്, ഹാർഡ് വർക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, യെസ്, 10 ഓഫ് സോർട്സ് ആണ്. ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പ് കാരണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സാഹചര്യം കാരണോ നിങ്ങൾക്കോ ഈ വ്യക്തിക്കോ ഒരു പക്ഷേ തൻ്റെ പ്രിയപ്പെട്ടവരായിട്ടൊക്കെ മാറി നിൽക്കേണ്ടി വന്നേക്കാം. ഓക്കെ, ഇതൊരു ഫ്യൂച്ചർ എനർജി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയും ആകാം. ഓക്കെ, അല്ലെങ്കിൽ വളരെ അടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു എനർജിയും കൂടി ആകാം. ഓക്കെ, കാരണം എന്തൊക്കെയോ കാര്യങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളും ഈ പേഴ്സണും, നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയിൽ എനിക്ക് ഈ കാർഡ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ വീട്ടുകാരിൽ നിന്നും ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ കിട്ടുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മാറ്റിപ്പിടിക്കാം, ഒന്ന് എനർജി ഒന്ന് മാറ്റിപ്പിടിക്കാം എന്നുള്ള രീതിയിലേക്ക് പോകുന്നതായിരിക്കാം. പുതിയ ഏതെങ്കിലും സൗഹൃദം ഒക്കെ ഫ്രണ്ട്ഷിപ്പ് കിട്ടിയിട്ട് ആ ഒരു അവരായിട്ട് പോകുന്നതും ആയിരിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു അഡിക്ഷൻസ് ഉണ്ട്, വേണ്ടാത്ത പല ചിന്തകളും പ്രവർത്തികളും ഉണ്ട്. അതൊരു പക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ തെറ്റുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം
നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ വീട് തന്നെ ആകണം എന്നില്ല, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലവും ആകാം. ഓക്കെ, ഇപ്പൊ അവിടെ കുറെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയാ ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സിറ്റുവേഷൻ അവസാനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റും. അതിനുള്ള അവസരം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും എന്നാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഈ സിറ്റുവേഷൻ നിങ്ങൾക്കായിരിക്കാം, നിങ്ങൾക്കുള്ള സന്ദേശമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ഓക്കെ, രണ്ടുപേരുടെ എനർജിയിലാണ് എനിക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ലവ് മെസ്സേജസ് നോക്കാം. ഡെസ്റ്റിനിയാണ്. ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത് എന്നാണ്. അതെ, ഈ പേഴ്സൺ എപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു ബുക്കിലെ ഒരു പുസ്തകത്തിലെ ഓരോ പേജും മറിക്കുമ്പോഴാണ് നമുക്ക് അടുത്ത പേജിൽ എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഓരോ മനുഷ്യന്റെയും ജീവിതം. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ എങ്ങനെയെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോകുന്നത് പോലെ ഒരു കടത്ത് കഴിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ വ്യക്തി തയ്യാറല്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ വ്യക്തിക്ക് നിർബന്ധമാണ്. ഓക്കെ, അതിപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഒരു ജോലി ആയിരിക്കാം, എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങളായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, എല്ലാ തരത്തിലും ഈ പേഴ്സൺ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് ഈ വ്യക്തിക്കുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി റൈറ്റ് പാത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു സ്ട്രഗിളിങ്ങിലാണ്. അതിൽ പലതും കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഇനിയും ചില കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളിൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പും ഉൾപ്പെടും, ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇർറിപ്ലേസബിൾ എന്നാണ്. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ് എന്നാണ്. അതായത് നിങ്ങളുടെ സ്നേഹം, അതായത് ഈ പേഴ്സൺ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആൻസർ ഷീറ്റ്, ഓക്കെ, ഉത്തരക്കടലാസുകൾ നമ്മൾ അനലൈസ് ചെയ്യുന്നത് പോലെ ഈ പേഴ്സൺ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം, നിങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതി, നിങ്ങളുടെ സ്വഭാവം, ഇതൊക്കെ ഈ പേഴ്സൺ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തി കണ്ടുപിടിച്ചിട്ടുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രണയമായിട്ട് മറ്റാരുമായിട്ടും മാച്ച് ചെയ്യാൻ പറ്റില്ല. അതായത് വേറെ ആരുമായിട്ടും ഈ പേഴ്സണ് റിലേഷൻഷിപ്പിലേക്ക് പോയാലും നിങ്ങളുടെ ആ ഒരു അതായത് നിങ്ങളുടെ ആ ഒരു എനർജി ഉയർന്നു തന്നെ നിൽക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് പകരം വേറെ ആരുടെയും വേറെ ആരുടെയും എനർജി അവിടെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒഴിച്ചു മാറ്റാൻ പറ്റുന്ന ഒരാളല്ല. ഓക്കെ, അങ്ങനെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അത് നിങ്ങളുടെ കഴിവ് കൊണ്ടും കൂടി നിങ്ങൾ തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പേഴ്സൺ അത്രയും ഉറപ്പിച്ച് പറയാനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്ലൂസിലേക്ക് പോകാം എന്തൊക്കെയാണെന്നുള്ളത്. നമ്പർ 12 ആണ് കിട്ടിയിട്ടുള്ളത്. 12-ാം തീയതി, 21, 18-ാം തീയതി, 5-ാം തീയതി, 7-ാമത്തെ മാസം കിട്ടിയിട്ടുണ്ട്. 4 വർഷം, 26-ാം തീയതി, സെപ്റ്റംബർ, ഡിസംബർ, 1 വീക്ക്, 9-ാം തീയതി. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.